കോഴിക്കോട് സൈലുമായി ബന്ധപ്പെട്ട് എനിക്ക് ആരെയും അറിയില്ല. അനന്തു ചേട്ടനെ ആണെങ്കിലും വിളിച്ചിട്ട് ഒട്ടും ആക്സസിബിളും അല്ല. അമ്മ ഓഫീസൊക്കെ കണ്ടു, വളരെ കുഞ്ഞു ഓഫീസാണ്. ഓഫീസും അവർ പറയുന്ന സാലറി പാക്കേജും കാര്യങ്ങളുമായിട്ടൊന്നും എനിക്ക് ഒട്ടും ഒത്തുപോകുന്നില്ല. ഇതൊക്കെ നടപടിയാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാണ് ഞാൻ ആ മൊമെന്റിൽ അമ്മയോട് പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടുംപുറമാണ്. അപ്പൊ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഇവൻ എവിടെ നിന്നാണ് ഇങ്ങനെ വീട് ശരിയാക്കുന്നു, ചുരുങ്ങിയ വയസ്സിൽ കല്യാണം കഴിക്കുന്നു, കാറ് മേടിക്കുന്നു. ലൈക്ക് ഹൈ ഓൾ, സൈലത്തിൽ എങ്ങനെയാണ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുക? അതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്? സാർക്ക് എങ്ങനെയാണ് സൈലത്തിൽ ജോലി കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ എല്ലാ വീഡിയോസിനും താഴെ വരുന്ന കമന്റ് ആണ്. സോ ഈ കമന്റിനുള്ള ഉത്തരവും എന്റെ 4.5 വർഷത്തെ സൈലത്തിലെ ജേണിയുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2021 ഓഗസ്റ്റ് 9 ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 4.5 വർഷമായിട്ടുണ്ട്. ഈ യാത്ര തുടങ്ങുന്നത് എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തത്തിന് ശേഷമാണ്. നിങ്ങളിൽ പലർക്കും അറിയാം, ഞാൻ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. കോയമ്പത്തൂരിലുള്ള പ്രൈവറ്റ് കോളേജിലാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ കേരളത്തിൽ കോവിഡ് ലോക്ക്ഡൌൺ വന്നു. സോ അതിനാൽ തന്നെ എനിക്ക് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. കാരണം ഈ പറയുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട ജോലികളെല്ലാം ഉള്ളത് എബ്രോഡാണ്, ഗൾഫ് കൺട്രീസിലാണ്, റിഗിലും റിഫൈനറിയിലുമാണ്. ലോക്ക്ഡൌൺ സമയമായതിനാൽ തന്നെ പുറത്തോട്ട് ഫ്ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് ആകെ പറ്റുന്ന പരിപാടി ട്യൂഷൻ എടുക്കുക എന്നാണ്. സോ ഞാൻ ഒരു അടിപൊളി യൂട്യൂബ് ചാനൽ തുടങ്ങി. സ്റ്റൂട്രെൻഡ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. സോ ആ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ +1 +2 മക്കൾക്കുള്ള ഫിസിക്സ് ക്ലാസ്സുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്റെ ക്ലാസ് കണ്ടിട്ട് ഒരു ദിവസം അനന്തു ചേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇതിനെ എവിടെയാണ്, ഒന്ന് കാണാൻ പറ്റുമോ, കോഴിക്കോട് ഒന്ന് വരാവോ, സൈലത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത്, പ്രത്യേകിച്ച് വേറെ ജോബിനൊന്നും പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു എട്ടെക് സ്ഥാപനത്തിലോട്ടുള്ള ഇന്റർവ്യൂ കോൾ ആയതിനാൽ തന്നെ വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടി തന്നെ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഞാനും അനിയൻ അച്ചുവും കൂടിയിട്ട് ഒരു ബൈക്കും എടുത്ത് പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു. അതായത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ബൈക്കിൽ വരുന്നത്. ട്രെയിനിൽ പോലും അല്ല, ബൈക്കിലാണ് വന്നത്. ആകെ ഞങ്ങൾക്ക് സൈലത്തിൽ അറിയുന്നത് അനന്തു എന്ന് പറയുന്ന അനന്തു ചേട്ടനെ മാത്രമാണ്. ആളുടെ മെസ്സേജിന് പുറത്താണ് ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് എത്തിയ മൊമെന്റിൽ ഞങ്ങൾക്ക് എവിടെയാണ് സൈലം എന്നതിനെ പറ്റി ഒരു ധാരണയില്ല. അച്ചുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അനന്തു ചേട്ടന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടെന്നുകൊണ്ട് ഞാൻ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു. വിളിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ആരും തന്നെ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. മെസ്സേജ് അയച്ചു നോക്കുമ്പോൾ മെസ്സേജിനും റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആകെ പെട്ടുപോയി. കാരണം വേറെ ഒരു വഴിയില്ല, ഈ കോഴിക്കോട് സൈലവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആരെയും അറിയില്ല. അനന്തു ചേട്ടനെ ആണെങ്കിലും വിളിച്ചിട്ട് ഒട്ടും ആക്സസിബിളും അല്ല. അപ്പോൾ വേറെന്താ വഴി? നല്ല കൊടൂര മഴയത്ത് ഒരു ബസ് സ്റ്റോപ്പിന് അടിയിൽ നിന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. പിന്നെ അടുത്ത പരിപാടി അവൻ തന്നെ പറഞ്ഞു, എന്നാൽ സൈല ജസ്റ്റ് ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കിട്ടുമല്ലോ, നമുക്ക് നമ്പറിൽ വിളിച്ചു ചോദിക്കാം. അങ്ങനെ നമ്പറിൽ വിളിച്ച സമയത്ത് സൈലത്തിന്റെ തൊണ്ടയാടുള്ള ഓഫീസിൽ നിന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു. പിന്നീടാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, അനന്തു ചേട്ടൻ ആ ടൈമിൽ MBBSന്റെ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രാക്ടീസ് എന്തോ ആണ്, അതുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തതെന്ന്. അങ്ങനെ ഞങ്ങൾ തൊണ്ടയാടുള്ള സൈലത്തിന്റെ ഓഫീസിലോട്ട് വരികയാണ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സൈലത്തിന് ഇത്രയും വലിയ ഓഫീസോ അല്ലെങ്കിൽ ഇത്രയും സ്റ്റുഡിയോസോ എന്നുള്ള ഓഫീസല്ല, വളരെ ചെറിയ, ഇപ്പൊ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ വീട്ടിന്റെ പകുതിയോളം വലുപ്പമുള്ള ഒരു ഓഫീസാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. 3 സ്റ്റുഡിയോസ് മാത്രമേ ആ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ആ ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന LK സാറാണ്, അനന്തു ചേട്ടൻ ഉണ്ടായിരുന്നില്ല, LK സാറാണ്. LK സാർ ഇതേ കാര്യമാണ് പറഞ്ഞത്, ഇതിന്റെ യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടു, അടിപൊളിയാണ്. സോ എപ്പോഴാണ് സൈലത്തിൽ ജോയിൻ ചെയ്യുക, ഹോസ്റ്റൽ ഞാൻ റെഡിയാക്കട്ടെ എന്നാണ് ചോദിച്ചത്. സോ അത് വളരെയധികം സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഒരു ബിടെക് കഴിഞ്ഞ ഒരാളോട് ഒരു ഇന്റർവ്യൂ പ്രൊസീഡിങ്സും ഇല്ലാതെ സർട്ടിഫിക്കറ്റിനെ പറ്റിയോ കോഴ്സിനെ പറ്റിയോ ഒന്നും ചോദിക്കാതെ നിനക്ക് എപ്പോഴാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്ന് മാത്രമാണ് എന്നോട് ചോദിച്ചത്. സോ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു, സൈലം ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സർട്ടിഫിക്കറ്റ്സിനും അവരുടെ ക്വാളിഫിക്കേഷനും അപ്പുറം അവരുടെ സ്കില്ലിനാണ് പ്രാധാന്യം കൊടുക്കുക. അതെനിക്ക് ആ മൊമെന്റിൽ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ്. സോ വളരെയധികം ഹാപ്പി ആയിരുന്നു ഞാൻ. സോ എനിക്കൊരു സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യണം, ഹോസ്റ്റൽ നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴുമുള്ള ഉണ്ണിയേട്ടനോടാണ് പറഞ്ഞത്, ഇവന് വേഗം റൂം ഒന്ന് റെഡിയാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരെ ആ ഓഫീസിൽ താഴെ ഇറങ്ങിയിട്ട് അമ്മനെ വിളിച്ചു. അമ്മ ഓഫീസൊക്കെ കണ്ടു, വളരെ കുഞ്ഞു ഓഫീസാണ്. ഓഫീസും അവർ പറയുന്ന സാലറി പാക്കേജും കാര്യങ്ങളുമായിട്ടൊന്നും എനിക്ക് ഒട്ടും ഒത്തുപോകുന്നില്ല. ഇതൊക്കെ നടപടിയാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാണ് ഞാൻ ആ മൊമെന്റിൽ അമ്മയോട് പറഞ്ഞത്. അമ്മ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് റെഡിയാക്കാം, നിനക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ, സോ എന്തായാലും നീ ജോയിൻ ചെയ്തോ എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ തുടങ്ങിയ സൈലത്തിലെ ജേണിയാണ് ഈ 4.5 വർഷത്തിനപ്പുറം ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. സോ ഈ മൊമെന്റിൽ എനിക്ക് ഏറ്റവും നന്ദിയുള്ളത് അനന്തു ചേട്ടനോട് തന്നെയാണ്. ചേട്ടൻ എന്ന് വിളിക്കാൻ ആ ഒരു ഫ്രീഡം കറന്റ്ലി എനിക്കുണ്ട്. സോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയുടെ സിഇഒനെ ചേട്ടായി എന്ന് വിളിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് തീർച്ചയായും. സോ അത്രയും നല്ലൊരു ബ്രദർഹുഡ് റിലേഷൻ തന്നെയാണുള്ളത്. എന്നും മെസ്സേജ് അയച്ചാലും വിളിച്ചാലും ഒക്കെ റിപ്ലൈ ചെയ്യുന്ന
എനിക്ക് ഏറ്റവും ബഹുമാനവും റെസ്പെക്റ്റും എല്ലാം ഉള്ള മനുഷ്യനാണ് അനന്തു ചേട്ടൻ എന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് എനിക്ക് ലൈഫിൽ ഒട്ടും മറക്കാൻ സാധിക്കാത്തൊരു മൊമെന്റ് ഞാനൊരു ഫോട്ടോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ കാര്യത്തെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ കല്യാണ സമയത്ത് ഞാൻ സൈലത്തുള്ള എല്ലാവരെയും വിളിച്ചു, എല്ലാവർക്കും കല്യാണ കത്തൊക്കെ കൊടുത്ത് വിളിച്ചു. അനന്തു ചേട്ടനെയും കണ്ട് ഞാൻ വിളിച്ച സമയത്ത് എടാ ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല 4.5 മണിക്കൂർ പാലക്കാടേക്ക് ട്രാവൽ ചെയ്ത് കല്യാണം കൂടാൻ വരുമെന്ന്. പക്ഷെ ആള് കൃത്യമായിട്ട് റിസപ്ഷൻ സമയത്ത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പാലക്കാട് കല്യാണം കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു മൊമെന്റ് ആയിരുന്നു. അനന്തു ചേട്ടൻ പോലെ തന്നെ LK സാറും പിന്നെ എന്റെ ടീം ഉണ്ടല്ലോ, അതായത് ഞാന് ജസീല്, മാധവേട്ടൻ, അഫ്നാസ്, ഷാഹിദ്, ഈ ഒരു ടീം ഉണ്ടല്ലോ. കാരണം ഞാൻ ഒരിക്കലും ഒരാൾ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് കൊണ്ട് വളർന്ന സ്ഥാപനമല്ല സൈലം. മുഴുവൻ ഇപ്പൊ +1 +2 എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും എല്ലാത്തിലും ഒരുപോലെ നന്നായിട്ട് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇത്രത്തോളം ലക്ഷക്കണക്കിന് മക്കൾ സൈലം കാണുക. സോ ഈ ഒരു ടീമാണ് എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ടീം ഉള്ളത് കൊണ്ടാണ് എനിക്കും സൈലത്തിനും ഇത്ര അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യാൻ സാധിച്ചത് എന്നാണ് ഞാൻ ഈ മൊമെന്റിലും വിചാരിക്കുന്നത്. പിന്നെ LK സാർ ആ മൊമെന്റിൽ ആ ഇന്റർവ്യൂ സമയത്ത് LK സാർ എന്നോട് പറഞ്ഞ കാര്യമാണ്, മോനെ ഇതാണ് നിന്റെ ഐപാഡ്, ഞാൻ ഉപയോഗിച്ച ഐപാഡാണ്, ഇനി നീ ഇത് ഉപയോഗിച്ചോ, അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ എടുക്കുക, എങ്ങനെയാണോ നീ യൂട്യൂബിൽ ക്ലാസ്സുകൾ എടുത്തത് അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കുക, ഗംഭീരമാക്കാം നമുക്ക് എന്നൊരു സപ്പോർട്ടാണ് LK സാർ ആ മൊമെന്റിൽ നൽകിയത്. അതുപോലെ തന്നെ എനിക്ക് മറക്കാൻ സാധിക്കാത്ത ഒരാൾ കൂടിയുണ്ട് സൈലത്തിൽ. ഇപ്പൊ കറന്റ്ലി സൈലത്തിൽ ഇല്ല, AN ആണ്. AN ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഈ ഐപാഡിലുള്ള ക്ലാസ്സുകളൊന്നും എനിക്ക് എടുത്ത് ഒട്ടും ശീലമില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ ഈ യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്ന ഒരു വൈറ്റ് കളർ ബോർഡിനകത്ത് എഴുതിയിട്ടാണ്. അപ്പൊ ഈ ഐപാഡ് കിട്ടുമ്പോൾ എനിക്ക് ഒട്ടും ഇത് ഉപയോഗിക്കാൻ പോലും അറിയില്ല. സോ AN നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. AN ആണ് ഈ ഐപാഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിലെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല, പക്ഷെ ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ്. ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഐപാഡിൽ എഴുതുന്ന കാര്യങ്ങളും ഐപാഡിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇവരൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളുകളാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ 4.5 വർഷം കൊണ്ട് സൈലം നിനക്ക് എന്ത് നൽകി എന്നതാണ്. അതെനിക്ക് ഒരിക്കലും ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ ചുരുക്കാൻ സാധിക്കുന്നതൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ കേരളത്തിലെ ഏത് ജില്ലയിൽ പോയാലും എന്നെ അറിയുന്ന കേരളത്തിലുള്ള മക്കൾ തന്നെയാണ്. ഞാൻ 10ാം ക്ലാസ്, +1 +2 മക്കൾക്കാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. പക്ഷേ ഒരു 6ാം ക്ലാസ് മുതലുള്ള എല്ലാ മക്കൾക്കും, സൈലത്തിലെ എല്ലാ മക്കൾക്കും എന്നെ അറിയാം എന്ന കാര്യം തന്നെയാണ്. സാറിന്റെ ക്ലാസ് കണ്ടിട്ടാണ് 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ എനിക്ക് A+ കിട്ടിയത്, അല്ലെങ്കിൽ +1 +2 നല്ല മാർക്ക് കിട്ടാൻ കാരണം, ഫിസിക്സ് അടിപൊളിയാക്കാൻ കാരണം സാറിന്റെ ക്ലാസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷത്തിനപ്പുറം മറ്റൊന്നും എനിക്കില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. ഈവൻ നമ്മൾ ശബരിമലയിൽ പോയിട്ട് സ്വാമിയെ എന്ന് വിളിക്കുമ്പോൾ ബാക്കിൽ സാറിന്റെ ക്ലാസ് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ട്, അത് വളരെ വലുതാണ്. ഇന്നലെ ഞങ്ങൾ ഒരു ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ഊട്ടി ട്രിപ്പില് ടീ ഫാക്ടറി പോയിട്ട് ചായപ്പൊടി മേടിച്ചിട്ട് വരുമ്പോൾ ഒരു അമ്മയും കുട്ടിയും വന്നിട്ട് സാറിന്റെ ക്ലാസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും നമ്മളെ അറിയുന്ന ആളുകളെ എക്സ്പെക്ട് ചെയ്യാറില്ല. പക്ഷെ എല്ലാ സ്ഥലങ്ങളും എവിടെ യാത്ര ചെയ്താലും, ട്രെയിനിലോ ബസ്സിലോ എവിടെ യാത്ര ചെയ്താലും നമുക്ക് സൈലത്തു നിന്നുള്ള മക്കളെ കാണാൻ സാധിക്കും. ആ മക്കളുടെ വലിയ സന്തോഷത്തോടു കൂടിയുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ വയറ് നിറയും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് എന്നെ മാത്രമല്ല, കൺമണിയെ കൂടി അത്രത്തോളം എല്ലാവർക്കും അറിയാം. അമ്മമാർക്കൊക്കെ എന്നെക്കാളും അറിയുന്ന കൺമണിയാണ്. മോളെ എന്താണ്, ജോലിക്ക് പോകുന്നുണ്ടാ, വീഡിയോസ് കാണാറുണ്ട്, എല്ലാ കാര്യങ്ങളും വളരെയധികം സ്നേഹത്തോടെയാണ് മക്കൾ എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനപ്പുറം എന്തൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചാൽ സൈലം ഉള്ളത് തന്നെയാണ്. ഈ ചെറിയ വയസ്സിൽ, ഏകദേശം ഞാൻ 25 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. 25 വയസ്സിൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചുരുക്കം ചിലവുകളൊന്നും അല്ല. സോ ആ കല്യാണമൊക്കെ അടിപൊളിയായി നടത്താൻ സാധിച്ചു. ലയബിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വീട് റെനോവേറ്റ് ചെയ്തു. നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ കാരണം സൈലം ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം 22 വയസ്സിൽ ഒരാള് സൈലത്തിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ 27 വയസ്സായിട്ടുണ്ട്. ഈ 5 വർഷം അല്ലെങ്കിൽ 4.5 വർഷം എൻ്റെ ലൈഫിലെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം നമ്മുടെ നാട്ടുംപുറമാണ്. അപ്പൊ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഇവൻ എവിടെ നിന്നാണ് ഇങ്ങനെ വീട് ശരിയാക്കുന്നു, ചുരുങ്ങിയ വയസ്സിൽ കല്യാണം കഴിക്കുന്നു, കാറ് മേടിക്കുന്നു, ലൈക്ക് ഇതൊന്നും ഈ ഒരു വയസ്സിൽ നോർമലി സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ലക്ഷ്യങ്ങളല്ല. പക്ഷെ ഇതെല്ലാം എനിക്ക് നേടിയെടുക്കാൻ കാരണം സൈലം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, എനിക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കാൻ പറ്റി സൈലത്തിലൂടെ. റീസെന്റ് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ തായ്ലൻഡിലോട്ട് പോയത്. ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ബോയ്ക്ക് പോസിബിൾ ആയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. സോ അതൊക്കെ നമുക്ക് സൈലത്തിലൂടെയാണ് സാധിച്ചത്. പിന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ, ഈ വീഡിയോ ഇടുന്ന യൂട്യൂബ് ചാനൽ ഏകദേശം 70,000 സബ്സ്ക്രൈബേഴ്സ് ആണ്. എനിക്കറിയാം 70,000-ൽ ഒരു 90% സൈലത്തിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം എനിക്കറിയാം. സോ ഈ ഒരു സപ്പോർട്ടും ഈ ഒരു സ്നേഹവും തന്നെയാണ് സൈലം എനിക്ക് നൽകിയത്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് എവിടെ പോയാലും ഇപ്പം എൻ്റെ പാരൻസിനെയോ എൻ്റെ വൈഫിനെയോ കൂട്ടിയിട്ട് എനിക്കൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ടോ എനിക്ക് വില നോക്കാതെ എന്ത് സാധനങ്ങളും അവർക്ക് മേടിച്ചു കൊടുക്കാൻ ഒരു ലെവലിലോട്ട് സൈലമാണ് എന്നെ ഉയർത്തിയത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അതുപോലെ തന്നെ അഭിമാനമുണ്ട് സൈലത്തിനെ ആലോചിച്ച്. കാരണം ഞാൻ വരുന്ന പോലൊരു അവസ്ഥയിലല്ല സൈലം ഇപ്പോൾ ഉള്ളത്. കാരണം ഞാൻ വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഒരു പരസ്യമുള്ള കമ്പനി എന്ന ടാഗ് ലൈൻ മാത്രമേ സൈലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. സൈലത്തിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് തൊണ്ടയാടിലുള്ള ആകെ വളരെ ചുരുങ്ങിയ വളരെ ചെറിയൊരു ഓഫീസ് മാത്രമേ സൈലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സൈലം ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും സൈലത്തിന് ഓഫ്ലൈൻ ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്, ഹൈബ്രിഡ് ക്യാമ്പസുകൾ ഉണ്ട്. കേരളത്തിൽ എവിടെ പോയിട്ടും ഞാൻ സൈലത്തെ അധ്യാപകനാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലോട്ട് സൈലം വളർന്നു കഴിഞ്ഞു. ഞങ്ങളും കൂടെ തന്നെ വളർന്നു എന്നാണ് സത്യം. സോ അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ സൈലത്തിൽ ഏത് ജോലിക്കും വരുന്ന ഒരാളുണ്ടെങ്കിൽ അവർ സൈലത്തിന്റെ വളർച്ച കണ്ട് വന്നവരായിരിക്കാം. പക്ഷെ എന്നെ പോലെ കുറച്ച് പേരുണ്ട്, അവർ സൈലത്തിന്റെ ഈ വളർച്ച കണ്ട് വന്നവരല്ല. സൈലം എന്താണെന്ന് പോലും പലർക്കും അറിയാത്ത സാഹചര്യത്തിൽ വന്നവരാണ്. അതിനാൽ തന്നെ ഈ വളർച്ചയും സൈലത്തിന്റെ ഈ വലിപ്പവും ഈ IPO ലിസ്റ്റിംഗ് ഒക്കെ കാണുമ്പോൾ എത്രത്തോളം അനന്തു ചേട്ടനും LK സാറും ഒക്കെ സന്തോഷിക്കുന്നുവോ അതേ സന്തോഷമുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ എല്ലാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ വീഡിയോയിൽ എന്തായാലും എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ പലരും സൈലം ഇഷ്ടപ്പെടുക. അതായത് നമ്മുടെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഈ ക്ലാസ്സിന് പുറകിൽ ഉള്ള കുറേ പേരുടെ എഫേർട്ട് നിങ്ങളിൽ പലരും ചിലപ്പോൾ കാണണമെന്നില്ല. കാരണം സ്റ്റുഡിയോ ചേട്ടന്മാരാണെങ്കിലും, അതായത് നമ്മൾ എത്ര സമയം നമ്മൾ പുലർച്ചെ 2 മണി വരെ ക്ലാസ് എടുക്കുകയാണെങ്കിലും ആ 2 മണി വരെ നമ്മുടെ കൂടെ നമ്മുടെ ക്ലാസ് കഴിയുന്നതും കാത്തിരിക്കുന്ന സ്റ്റുഡിയോ ചേട്ടന്മാരുണ്ടാവും. നമ്മുടെ തമ്പനെയിൽ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ടാവും, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റേഴ്സ് ഉണ്ടാവും, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, പോസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒട്ടേറെ പേരുടെ പ്രയത്നമാണ് ഈ സൈലത്തിലെ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം. സൈലം നിങ്ങൾ കാണുന്ന സൈലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്രയും ആളുകളുടെ രാവും പകലുമില്ലാത്ത എഫേർട്ടാണ്. അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, എങ്ങനെയാണ് സൈലത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക, ഒരു ടീച്ചർ ആവാൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ സൈലത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സിനെ പറ്റി അറിയാൻ എന്താണ് വഴിയുള്ളത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുവേണ്ടി ഈ വീഡിയോയുടെ താഴെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ആ ലിങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ടീച്ചിങ് ജോബ് വാക്കൻസീസ് മാത്രമല്ല, സൈലത്തിലുള്ള എല്ലാ ജോബ് വാക്കൻസീസും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കാണ്. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. എല്ലാ ജോലി സാധ്യതകളും എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാം ആ പറയുന്ന കമ്മ്യൂണിറ്റിക്കകത്ത് വരും. ടീച്ചർ അല്ല, എഡിറ്റർ, എല്ലാ രീതിയിലുള്ള അക്കൗണ്ട്സ്, മെന്റേഴ്സ്, എല്ലാ ഓപ്പർച്യൂണിറ്റീസിന്റെ ഡീറ്റെയിൽസും ആ കമ്മ്യൂണിറ്റിക്കകത്ത് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സൈലത്തിൽ വരിക. എന്നെ പോലെ തന്നെ ലൈഫ് എല്ലാവരുടെയും ഹാപ്പി ആയിട്ട് മാറ്റാൻ സൈലം നിങ്ങളെ സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗംഭീരമാക്കുക. സോ ഇതുപോലുള്ള വീഡിയോ അപ്ഡേറ്റ്സ് ഒക്കെ എന്തായാലും നമ്മുടെ ചാനൽ ഉണ്ടാവും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം.